എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ഒരു ചെറിയ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഒരുപാട് ടിപ്പുകൾ നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്നതും പോസിറ്റിവിറ്റി കൊണ്ടുവരാവുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചുരുങ്ങിയ കാലയളവിൽ ഞാൻ ഷെയർ ചെയ്യണ്ടായി. അപ്പോൾ അതിനകത്ത് കുറേ ആൾക്കാർ നല്ല റിസൾട്ടുകൾ നല്ല നല്ല പ്രയോജനങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ ഇവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ചിലവ് കുറഞ്ഞ കാര്യങ്ങളാണ്, പക്ഷേ ഉണ്ടാകുന്ന റിസൾട്ടുകൾ വളരെ വലുതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് ചെയ്താൽ അനുഭവം കിട്ടും. അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടുമെന്ന് നിർബന്ധമില്ല, പക്ഷേ കുറേ പേർക്ക് അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ഷെയർ ചെയ്യാമെന്ന് ഓർമ്മയിലുള്ള കാര്യങ്ങൾ പറയുന്നു. ആദ്യം ഞാനൊരു കുതിരയുടെ ഫോട്ടോ വയ്ക്കുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു. വീടിൻ്റെ അകത്ത് കുതിരയുടെ ഫോട്ടോ വെക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ ഒരു ആൾ ഇതുപോലെ തന്നെ ഒരു ഫോട്ടോ വാങ്ങി വെച്ചു. വീടിൻ്റെ ഡോറിൻ്റെ ഉള്ളിലായിട്ട് അകത്തേക്ക് നോക്കി നിൽക്കുന്ന പോലെ ഈ 7 കുതിരയുടെ ഫോട്ടോ വെച്ചു. അപ്പോൾ അവർക്ക് കുറച്ച് പൈസ, ഒരു 4 ലക്ഷം രൂപയോളം ആണെന്ന് എൻ്റെ ഓർമ്മ, ആരോ ഒരാൾക്ക് കൊടുക്കാണ്ടായിരുന്നു. കടം കൊടുത്താണ് അവരത്. പക്ഷെ അത് തിരിച്ചു ചോദിച്ചപ്പോൾ പല പ്രാവശ്യം ചോദിച്ചിട്ടും തരാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ വീഡിയോ കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഈ ഫോട്ടോ മേടിച്ച് ചുമ്മാ വയ്ക്കാം, 200 രൂപയുടെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ ഈ ഫോട്ടോ കൊണ്ടുവന്ന് വെച്ചു. കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ കിട്ടാനുള്ള പൈസ മൊത്തമായിട്ട് അയാൾ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ സന്തോഷമായി. കാരണം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ഒരാൾക്കതൊരു ഉപകാരം ഉണ്ടായല്ലോ. അപ്പോൾ ഇനി നിരവധി പേര് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഒരാൾ ഉപകാരം കിട്ടി അല്ലെങ്കിൽ ഗുണം കിട്ടി എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷവും. പിന്നെ വേറൊരാൾ അതുപോലെ തന്നെ ഈ ഗപ്പിയുടെ കാര്യം പരീക്ഷിച്ചിട്ടൊക്കെ അത് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അതും ഈ നമ്മുടെ വരുമാനമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്, സാമ്പത്തികമായ കാര്യങ്ങൾ. കുതിര എന്ന് പറയുമ്പോൾ അത് പവറാണ്. പിന്നെ നമുക്കത് രണ്ട് കാര്യങ്ങളും വരാം. ഈ മണിയുടെ ഒരു ഫ്ലോ ഉണ്ടാകാം, അതുപോലെ തൊഴിൽ, കർമ്മം, അതും റെഡിയായി വരാം. അത്തരം കാര്യങ്ങൾ അതിൽ സംഭവിച്ചേക്കാം. എന്തായാലും നമുക്ക് ഒരു 200-300 രൂപയുടെ കാര്യമുള്ളൂ. നമ്മൾ വലിയൊരു എമൗണ്ട്, ഒരു 5000 രൂപയോ 10000 രൂപ ഒന്നും ചിലവാക്കണ്ട. ചെറിയ ചെറിയ എമൗണ്ടുകളാണ്. ഗുണം കിട്ടിയാൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ വെച്ചാൽ പോലും പലർക്കും ഗുണം കിട്ടുന്നുണ്ട്. അപ്പോൾ പരീക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വിശ്വാസമുള്ളവർക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ വേറെ ഒരാൾക്ക് ഇതേപോലെ തന്നെ ഈ കുതിരയുടെ ഫോട്ടോ വെച്ചപ്പോഴും ഇതേപോലെ തന്നെ അയാൾക്ക് കുറച്ച് സാമ്പത്തികമായ കാര്യങ്ങളിൽ കുറച്ചും കൂടി മാറ്റം, അയാൾക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, അയാളുടെ ബിസിനസ്സിനകത്തൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായെന്ന് ഒരാൾ പറയുണ്ടായി. അപ്പം നമ്മൾ ചെറിയ ചെറിയ ടിപ്പുകൾ ഇതിൽ പറയുന്നത് പലരും പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. അത് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഒരു ചെറിയ അറിവുകൾ, അത്ര വലിയ പരിജ്ഞാനമൊന്നുള്ള ആളൊന്നുമല്ല, പ്രായോഗികമായ കുറേ അറിവുകളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനെപ്പോഴും ആലോചിക്കും, എൻ്റെ കയ്യിലുള്ള അറിവുകൾ മുഴുവൻ ഞാനിവിടെ ഏതാണ്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലൊന്നുമില്ല ഷെയർ ചെയ്യാനായിട്ട് എന്നൊക്കെ ഞാനിടയ്ക്ക് വിചാരിക്കുന്നുണ്ട്. ഇനി ഞാനിത് ഈ ചാനലിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണോ അല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കണോ എന്നിങ്ങനെ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. കാരണം എൻ്റെ കയ്യിലുള്ള അറിവുകൾ ഞാൻ മാക്സിമം നമ്മളിങ്ങനെ ഓപ്പണായിട്ട് പറയാവുന്ന അറിവുകളൊക്കെ കുറേ ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അത് ദേവി നമുക്ക് തന്നേക്കണ ചില രഹസ്യ സ്വഭാവമുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതെനിക്ക് പരസ്യമായിട്ട് പുറത്തേക്ക് പറയാൻ പാടില്ല. അത് ദേവി സമ്മതിച്ചാൽ അതും കൂടി ഞാനിവിടെ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നതാണ്. അത്രയേ ഉള്ളൂ. പക്ഷേ ഒന്നും രഹസ്യമാക്കി വെക്കേണ്ടെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമ്മളിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്കൊരു അറിവുണ്ടെങ്കിൽ നിങ്ങൾക്കത് നല്ലതാണെങ്കിൽ ഷെയർ ചെയ്യാം. കാരണം ഇത് പഴയ കാലഘട്ടങ്ങളിലൊക്കെ വലിയ വലിയ മഹാവിദ്യകൾ അറിയുന്ന ആൾക്കാരുണ്ടായിരുന്നു, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അത്തരം ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുതിയ ആളുകളിലോട്ട് അത് എത്താതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശിഷ്യരിലേക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഗുരു ശിഷ്യനും ഒരേപോലെയാവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു 1-2 വലിയ വിദ്യകൾ ഇങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് കളയാതെ രഹസ്യമാക്കി വെക്കും. നമ്മൾ കേട്ടിട്ടുണ്ടാവും, പഴയ കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അമൂല്യമായ പല വിദ്യകളും നഷ്ടപ്പെട്ടു പോയി. നമ്മളുടെ ഈ പുതിയ ആൾക്കാർക്ക് അത് അനുഭവിക്കാൻ അല്ലെങ്കിൽ അത് പ്രയോഗിക്കാൻ പറ്റാത്ത ഒരവസരത്തിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും രഹസ്യമാക്കി വെക്കുന്നതിൽ കാര്യമില്ല. അർഹതപ്പെട്ട ആൾക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ.
പക്ഷെ എൻ്റെ കയ്യിൽ അതേപോലെയുള്ള വലിയ മഹാവിദ്യകളൊന്നും എൻ്റെ കയ്യിലില്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കിട്ടിയ അറിവുകളും പിന്നെ അതുപോലെ തന്നെ പ്രായോഗികമായിട്ട് ഞാൻ പരീക്ഷിച്ചറിഞ്ഞ കുറേ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത്ര അറിവുകൾ നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ കൂടുതൽ ഷെയറിങ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ആ ഒരു വാല്യൂ കൂടുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ അവരുടെ മുമ്പിൽ ചെറുതാകുകയല്ല ചെയ്യുന്നത്, വലുതാകുകയാണ് ചെയ്യുന്നത്. കാരണം അത് ഷെയർ ചെയ്യാനുള്ളൊരു വലിയ മനസ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് യാതൊരു അഹങ്കാരം ഇല്ലാതെ വളരെ നല്ല രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം. അപ്പോൾ ഇനി കൂടുതൽ കണ്ടൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പുതിയ കണ്ടൻറ്റൊക്കെ ആയിട്ട് വരാൻ ശ്രമിക്കാം. കാരണം ഇപ്പോൾ ഏകദേശം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വീണ്ടും ഞാൻ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ കൂടുതൽ ആവർത്തന വിരസത കേൾക്കുന്നവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുതിയ എക്സ്പീരിയൻസുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാൻ ശ്രമിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.